രാവിലെ തന്നെ ഓട്ടോയായിട്ട് ഇറങ്ങിയപ്പോ തന്നെ ഡീ ബോർഡം പൊട്ടിപ്പോയി. പിന്നെ കൈവച്ചാണ് വലിച്ച് സ്റ്റാർട്ടാക്കിയത്. രാവിലത്തെ ഓട്ടോ ആകട്ടെ അടിപൊളി റൂട്ടിൽ കൂടെ ആയിരുന്നു ഓട്ടം. ചെറിയ 3-4 ഓട്ടം കഴിഞ്ഞ് നേരെ വീട്ടിലോട്ടാ പോയത്. മോന്റെ മുടിയൊന്ന് വെട്ടണം, പിന്നെ എന്റെ മുടിയും വെട്ടണം. എന്റെ മുടി വെട്ടണമെന്ന് ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു, എന്നാലും വെട്ടിയച്ച്. അവന്റെ മുടി വെട്ടുന്ന സീനൊന്നും എടുക്കാൻ പറ്റിയില്ല, ബഹളമാണല്ലോ ആള്. അവന്റെ മുടി വെട്ടിക്കഴിഞ്ഞ് രണ്ടാമത് ഞാനാണ് വെട്ടുന്നത്. നേരെ വീട്ടിലോട്ടാണ് പോകുന്നത്. ദേ ഇരിക്കുന്ന ആള്, പുറയിൽ ഇരിക്കുന്നുണ്ട് ആള്. പിന്നെ വീട്ടിൽ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ടാണ് വീണ്ടും ഓട്ടോയായിട്ട് ഇറങ്ങിയത്. കുറച്ചും കൂടെ മുടിക്ക് ലെങ്ത് കുറക്കണമായിരുന്നു. ഇനി എന്തായാലും അടുത്ത പ്രാവശ്യം വെട്ടുമ്പോൾ റെഡിയാ. നേരെ പോയി നമ്മുടെ സ്വന്തം ബീച്ച് സ്റ്റാൻഡിലോട്ടാണ് പോയത്. ഓട്ടോ സ്റ്റാൻഡിലാകട്ടെ ഞാനും സക്കീറും മാത്രം. അവിടുന്ന് ഓട്ടം കിട്ടിയ പാലച്ചോട്. ഇവിടെ ആകട്ടെ അത്യാവശ്യം ആടൊക്കെയുള്ള ഏരിയ ആണ് കേട്ടോ. അപ്പോഴാണ് നമ്മൾ സുഹേൽ ബ്രോവിനെ കണ്ടത്. പിന്നെ കുറച്ചേരം വിശേഷമൊക്കെ പറഞ്ഞു. നമ്മുടെ മറ്റേ വണ്ടി കുട്ടി ഡീസൽ സഹാറാക്ക് ചെറിയൊരു പണി, ഫൗണ്ടേഷൻ പ്ലേറ്റ് പൊട്ടിപ്പോയി. പിന്നെ അതും മേടിച്ചോണ്ട് നേരെ വർക്ക്ഷോപ്പിൽ. അത് കഴിഞ്ഞിട്ട് ടൗണിലോട്ട് നേരെ. അവിടെ അത്യാവശ്യം ഓട്ടം ഉണ്ട്. പെരുന്നാൾ പ്രമാണിച്ച് ആൾക്കാർ ഉടുപ്പൊക്കെ എടുക്കാൻ ടൗണിലോട്ട് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ് റാംപുറം ഓട്ടോ സ്റ്റാൻഡിൽ ചെറിയൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു. അപ്പോഴേക്കും അതിലെ ഇസാക്ക് ട്രാവലറും കൊണ്ടുവന്നു. ഈ ട്രാവലറിന്റെ വിശേഷം ഉടനെ ഇടാന്ന്. എന്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്.